നമുക്കറിയാലോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് UDF സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിച്ചുള്ള പരസ്യം ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട്. ദേശാഭിമാനി ആ പരസ്യം കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചുള്ള പരസ്യം PRD, അന്നത്തെ PRD ദേശാഭിമാനി പത്രത്തിനും നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി പത്രത്തിൽ ആ പരസ്യം വന്നതിന് പിന്നാലെ വലിയ വിമർശനം ദേശാഭിമാനിക്കെതിരെ പാർട്ടിയിൽ നിന്ന് ശരിയാണ്. ഇവിടെ UP സർക്കാരിന്റെ പരസ്യങ്ങൾ വന്നിട്ടുണ്ട്, ഗുജറാത്ത് സർക്കാരിന്റെ പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് വിവിധ പത്രങ്ങളിൽ ഫ്രണ്ട് പേജിലൊക്കെ വരുന്ന രീതിയിൽ വലിയ പൈസ കൊടുത്തിട്ട് തന്നെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. പരസ്യം കൊടുക്കാം, സർക്കാരിന്റെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാം, സർക്കാർ നന്നായി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള വാദം ഉന്നയിക്കാമെന്ന് കഴിഞ്ഞ ദിവസം കൂടി കോടതി പറഞ്ഞിട്ടേ ഉള്ളൂ. അതല്ല നമ്മുടെ തർക്കം. PRDക്ക് മുൻ സർക്കാരിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കാമോ എന്നുള്ളതാണ്. എങ്ങനെയാണ് PRDക്ക് പ്രവർത്തിക്കാനാവുക? PRD ചട്ടങ്ങളുടെ ലംഘനമാണത്. മുൻ സർക്കാരിനെ ഇകഴ്ത്തി എന്ന് എവിടെയാണ് ഈ പരസ്യത്തിൽ പറയുന്നത്? മുൻ സർക്കാരിന്റെ കാലത്ത്, അതായത് UDF സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന പരസ്യത്തിൽ പറയുന്നുണ്ടോ? അല്ല, 10 വർഷങ്ങൾക്ക് ഇല്ല എന്നാണ് ഞാൻ മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഒന്നാം പേജ് എന്ന് പറയുന്നത് ഭാഗികമാണ്. എന്ന്, എപ്പോൾ, ഏത് മാസം, ഏത് വർഷം എന്ന് പറയാതെ 10 വർഷം മുമ്പ് അങ്ങ് മോശമായിരുന്നു എന്ന് പറയാൻ PRD ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. സുനിൽ, അതല്ലേ നമ്മുടെ തർക്ക വിഷയം? അല്ല, കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ. ഒരു പരസ്യം കണ്ടാൽ ഉടൻ തന്നെ അതിലേക്ക് വീഴുന്ന ആളുകളല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുമല്ലോ. 10 വർഷം മുമ്പ് സാഹചര്യമെന്നും ഇപ്പോഴത്തെ സാഹചര്യം PRD ഉറപ്പായും. എങ്ങനെ? അല്ല, PRD ചെയ്യുന്നതിന് എന്താണ് തെറ്റ്? സർക്കാരിന്റെ നേട്ടങ്ങളല്ലേ PRD പറയുന്നത്. PRD പറയുന്നത് എന്താണ്? ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ, PRD പറയുന്നതിന് എന്താണ് തെറ്റ്? പരസ്യ ചട്ടങ്ങൾ സംബന്ധിച്ച് നിയമലംഘനം നടന്നിട്ടുണ്ടോ? PRDക്ക് അത് ചെയ്യാം. പക്ഷേ PRD ആദ്യ പേജിൽ കൊടുത്ത ഈ കോട്ടങ്ങൾ പറയാൻ PRDക്ക് ചട്ടപ്രകാരം പാടില്ല, ചെയ്തുകൂടാ, ചട്ടവിരുദ്ധമാണ്. അങ്ങനെ എവിടെയാണ് പറയുന്നത്? അങ്ങനെ ഞാൻ റൂൾ വായിച്ചുതരാം. അങ്ങനെ എവിടെയാണ് പറയുന്നത്? കേരള സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് 2021 ഇറക്കിയ, അതായത് 2021 പറയുമ്പോൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇറക്കിയ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് കാര്യം. അധികാരത്തിലുള്ള, ഞാൻ വായിക്കാം. അധികാരത്തിലുള്ള പാർട്ടിയുടെ പേര് പരാമർശിക്കാൻ പാടില്ല. പേര് പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെയോ പ്രവർത്തനങ്ങളെയോ നേരിട്ട് ആക്രമിക്കാൻ പാടില്ല. 3, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം, ലോഗോ, പതാക എന്നിവ ഉൾപ്പെടുത്താൻ പാടില്ല. ഇല്ല, പറഞ്ഞില്ലല്ലോ. ഇല്ല, അതന്നെയല്ലേ ഓപ്പോസിഷൻ. എങ്ങനെയാണ്, എവിടെയാണ് വിമർശിക്കുന്നത്? പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എവിടേക്കാണ് ഇത് എറിയുന്നത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു ക്രിയാത്മക പരസ്യമാണ്, എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ പറയട്ടെ, പണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ, കേരളം ഇനി ഇരുട്ടിൽ എന്ന് PRDക്ക് പറയാമോ? അല്ല, കേരളം ഇനി ഇരുട്ടിൽ എന്ന് പറയുന്നത് പഴയൊരു വാർത്തയല്ലേ? അത് PRD എടുത്ത് വെച്ചു എന്നല്ലേ ഉള്ളൂ. കേരളം ഇരുട്ടിലായിരുന്നില്ലേ? 10 വർഷം മുൻപ് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നോ? 10 വർഷം മുൻപ് കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ലേ? 10 വർഷം മുൻപ് കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രി, കേരളത്തിന്റെ ഗതാഗത മന്ത്രി പറഞ്ഞില്ലേ KSRTC അടച്ചുപൂട്ടാൻ പോവുകയാണെന്ന്. ഈ KSRTC ഇങ്ങനെ നടത്തുന്നതിനേക്കാൾ നല്ലത് അത് അടച്ചുപൂട്ടിക്കോളൂ എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിച്ചില്ലേ അന്നത്തെ കേരള സർക്കാർ? അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പരസ്യത്തിന്റെ ഉള്ളടക്കം കുഴപ്പമുണ്ടാക്കുന്നതാണ് എന്ന് കോൺഗ്രസിന് തോന്നുന്നുണ്ടെങ്കിൽ അത് അന്നത്തെ ഒരു കുഴപ്പമില്ല.